ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ സംഗമമായി ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ച മഹോത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. തിരുവനന്തപുരം നഗരത്തെ ഒരു യാഗശാലയാക്കി മാറുന്ന ഈ പുണ്യദിനം സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങാണ്. കുംഭമാസത്തിലെ പൂരനക്ഷത്രവും പൗർണമിയും ഒത്തുചേരുന്ന ഈ ദിനം ഭക്തിയുടെയും സാഹോദര്യത്തിന്റെയും വലിയൊരു ആഘോഷമാണ്. ഈ പ്രാവശ്യത്തെ ആറ്റുകാൽ പൊങ്കാല വരുന്നത് 2026 മാർച്ച് 3 ചൊവ്വാഴ്ചയാണ്. അടുപ്പുവെട്ട് തുടക്കം രാവിലെ ഏകദേശം 10:30 ക്ഷേത്രത്തിലെ പണ്ടാര അടുപ്പിൽ തീ പകരുന്നത് മുതൽ പൊങ്കാല ചടങ്ങുകൾ ആരംഭിക്കുന്നു. നിവേദ്യം ഉച്ചയ്ക്ക് ഏകദേശം 2:30 ക്ഷേത്ര പൂജാരിമാർ നഗരത്തിൽ ഉടനീളം തീർത്ഥം തളിക്കുന്നതോടെ പൊങ്കാല പൂർത്തിയാകുന്നു. വ്രതരീതികൾ വ്യക്തമായിട്ട് പറയാം. പൊങ്കാലയ്ക്ക് മുൻപായി ശാരീരികമായും മാനസികമായും ശുദ്ധി പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. സാധാരണയായിട്ട് 7 ദിവസം അല്ലെങ്കിൽ ചുരുങ്ങിയത് 3 ദിവസം വേണം വ്രതം എടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ തലേ ദിവസം, അതായത് പൊങ്കാലയുടെ തലേ ദിവസമായ 2-ാം തീയതി വ്രതം എടുത്തിട്ട് നമുക്ക് ഒരു നേരം അരിയാഹാരം കഴിച്ച് നമുക്ക് വ്രതം എടുക്കാം. സസ്യാഹാരം മാത്രം കഴിക്കുക. മത്സ്യമാംസാദികളും ലഹരി പദാർത്ഥങ്ങളും പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. 2 നേരം കുളിച്ച് ദേവീനാമങ്ങൾ, ലളിത സഹസ്രനാമങ്ങളെല്ലാം ജപിക്കുന്നത് നല്ലതാണ്. അതുപോലെ ആരോടും ദേഷ്യമോ പകയോ ഒന്നുമില്ലാതെ ശാന്തമായ മനസ്സോടെ ഭഗവതി ധ്യാനിക്കുക. അതുപോലെ ഗണപതി ഒരുക്കുക. അടുപ്പിൽ തീ കത്തിക്കുന്നതിന് മുൻപ് തന്നെ തടസ്സങ്ങൾ നല്ല രീതിയിൽ മാറാനായിട്ട് ഗണപതിക്ക് ഒരുക്കി വെക്കേണ്ടതാണ്. അതായത് നമ്മൾ ഏത് കാര്യം തുടങ്ങുമ്പോഴും ഗണപതിയുടെ ഒരു അനുഗ്രഹം കിട്ടുന്നത് നല്ലതാണ്. അപ്പോൾ ആവശ്യമായ ഒരു വാഴയിലയിൽ നിലവിളക്ക് വെച്ച് അതിന് മുന്നിലായിട്ട് നാളികേരം മുറിച്ച് പഴം, വെറ്റില, അടയ്ക്ക, അവൽ, മലർ, കൽക്കണ്ടം, ഉണക്കമുന്തിരി, പിന്നെ അഗർബത്തി, പൂക്കൾ എന്നിവ വയ്ക്കുക. പിന്നെ അതുപോലെ അടുപ്പിന് വടക്കോ കിഴക്കോ ഭാഗത്ത് നമുക്കിത് ഒരുക്കി വെക്കാം. ഗണപതിയെ പ്രാർത്ഥിച്ച ശേഷം മാത്രമാണ് അടുപ്പിൽ തീ കൊളുത്താൻ പാടുള്ളൂ. പ്രധാന നിവേദ്യങ്ങൾ ഭക്തർക്ക് അവരുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് പലതരത്തിലുള്ള നിവേദ്യങ്ങൾ തയ്യാറാക്കാം. വെള്ളച്ചോറ് ഉണ്ടാക്കാറുണ്ട്, ശുദ്ധമായ പച്ചരി വേവിച്ചത്, അതുപോലെ ശർക്കര പായസം, പൊങ്കാല. പച്ചരി, ശർക്കര, നെയ്യ്, നാളികേരം, കശുവണ്ടി, ഏലക്ക എന്നിവ ചേർത്തുള്ള പ്രധാന നിവേദ്യമാണ്. അതുപോലെ മണ്ടപ്പുറ്റു ഉണ്ടാക്കാറുണ്ട്. പയറും പരിപ്പും അരിയും ശർക്കരയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. ഇത് ദേവിയുടെ എല്ലാവിധ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു നിവേദ്യമാണ് കേട്ടോ. തലവേദന മാറാനായിട്ട് ഇത് നടത്തുന്ന ഒരു പ്രത്യേക വഴിപാടാണ്. അതുപോലെ തന്നെ ദേവിക്ക് ഇഷ്ടപ്പെട്ട ഒരു നിവേദ്യമാണ് തെരളിയപ്പം, അതായത് നമ്മൾ കുമ്പിളപ്പം എന്നൊക്കെ പറയുന്നത്. അത് നമുക്ക് വഴനയിലയിൽ ഉരുട്ടിയിട്ട് അത് ആവിക്ക് വെച്ച് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. തേങ്ങയും ശർക്കരയും അരിപ്പൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പിന്നെ വീട്ടിലും അമ്പലത്തിലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അടുപ്പ് പുതിയ മൺകലവും പുതിയ ഇഷ്ടികളും ഉപയോഗിച്ച് വേണം, കിഴക്കോട് ദർശനമായിട്ട് വേണം അടുപ്പ് കൂട്ടാനായിട്ട്. പിന്നെ ശുചിത്വം, അരി കഴുകുന്ന വെള്ളം ചവിട്ടാത്ത സ്ഥലത്ത് ഒഴിക്കുക. പ്ലാസ്റ്റിക് കവറുകളും മറ്റും കൃത്യമായി നീക്കം ചെയ്യുക. പിന്നെ വസ്ത്രധാരണം, അതായത് നമ്മൾ പുതിയ വസ്ത്രമോ അല്ലെങ്കിൽ കോടിയോ വേണമെന്നില്ല. നമ്മൾ അലക്കി തേച്ച് നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നത് കുഴപ്പമില്ല. പിന്നെ വെയിലായതിനാൽ ഈർപ്പമുള്ള വസ്ത്രം, നല്ല ഈർപ്പമുള്ള വസ്ത്രങ്ങളുണ്ടല്ലോ, കോട്ടനായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കാൻ നോക്കുക. നിവേദ്യം തിളച്ചു തൂക്കുമ്പോൾ പൊങ്കാലക്കലം തിളച്ചു കുത്തുന്നത് ഐശ്വര്യമായി കണക്കപ്പെടാറുണ്ട്. അത് കിഴക്കോട്ടോ വടക്കോട്ടോ ആകുന്നത് വളരെ ഉത്തമമാണ്. പൊങ്കാല ഇടുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്ന ചില തെറ്റുകൾ വ്രതശുദ്ധിയെ ബാധിക്കുകയും ദോഷകരമായി മാറുകയും ചെയ്യും എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഭക്ഷണകാര്യങ്ങളാണ്. മത്സ്യമാംസാദികൾ പൊങ്കാല ദിവസം വീട്ടിലുള്ളവരൊന്നും കഴിക്കാൻ പാടില്ല. പിന്നെ അതുപോലെ മത്സ്യമാംസാദി പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ നോക്കുക കേട്ടോ. ലഹരി പദാർത്ഥങ്ങളും മദ്യം, പുകയില തുടങ്ങിയ ലഹരി വസ്തുക്കൾ ആ ദിവസം പരിസരത്തൊന്നും ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ പഴകിയ ഭക്ഷണം, തലേ ദിവസത്തെ ആഹാരമൊന്നും നമ്മൾ ഈ വ്രതം എടുക്കുന്ന സമയത്ത് കഴിക്കാൻ പാടില്ല. പിന്നെ അശുദ്ധി, നമ്മൾ പീരീഡ്സ് ഒക്കെ ആയിട്ടിരിക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ ആ സമയത്തുള്ള സ്ത്രീകൾ പൊങ്കാല അടുപ്പിൻ്റെ അടുത്ത് വന്ന് നിൽക്കാനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനൊക്കെ വരാം, അങ്ങനെ ഒന്നും പാടില്ല. അങ്ങനെയുള്ളവർ അടുത്ത് വരാനോ ഒരു കാര്യങ്ങളിൽ ഇടപെടാനോ ഒന്നും പാടില്ല. പുലവാലായ്മ, കുടുംബത്തിൽ മരണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ പൊങ്കാല ചടങ്ങുകളിൽ പങ്കെടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അരി കഴുകുന്ന വെള്ളം, പൊങ്കാല അരി കഴുകുന്ന വെള്ളം നമ്മൾ അഴുക്ക് ചാലിലോ മറ്റുള്ളവർ ചവിട്ടുന്ന സ്ഥലത്തൊന്നും ഒഴിക്കരുത്. ചെടികൾക്കോ മറ്റ് മരങ്ങളുടെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ അടുപ്പും പാത്രങ്ങളും, പഴയ പാത്രങ്ങൾ ഒരിക്കലും നമ്മൾ ഉപയോഗിച്ച മൺകലമയൊന്നും ഇഷ്ടികളൊന്നും പൊങ്കാലയ്ക്ക് ഉപയോഗിക്കരുത്. എല്ലാം പുതിയതായിരിക്കണം. അടുപ്പിന് മുകളിലായിട്ട് നമ്മൾ ചാടിക്കിടക്കരുത്. അതുപോലെ ചവിട്ടാനോ ഒരിക്കൽ അടുപ്പ് കൂട്ടി ഗണപതിയൊക്കെ ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ ആ അടുപ്പിന് മുകളിലൂടെ, കലത്തിന് മുകളിലൂടെയോ വസ്ത്രം തട്ടാനോ മുറിച്ചു കടക്കാനോ ഒന്നും പാടില്ല. പിന്നെ ചെരുപ്പ് ഉപയോഗം, നമ്മൾ അടുപ്പിന് തൊട്ടടുത്ത് നമ്മൾ ചെരുപ്പ് ഊരിയിടാനോ ധരിച്ച് നിൽക്കുന്നതൊക്കെ ഒഴിവാക്കുക. ഭക്തിയുടെയും ശുദ്ധിയോടെയും വേണം നമ്മൾ അടുപ്പിനെ സമീപിക്കാനായിട്ട്. പിന്നെ അതുപോലെ സ്വഭാവവും പെരുമാറ്റവും, നമുക്ക് വാക്കേറ്റം, പൊങ്കാലിടുന്ന സമയത്ത് വ്രത സമയത്തോ ആരോടും ദേഷ്യപ്പെടാനോ ചീത്ത വാക്കുകൾ പറയാനോ ഒന്നും പാടില്ല. മനസ്സ് പൂർണ്ണമായും ശാന്തമായിരിക്കണം. അഹങ്കാരം,
എൻ്റെ പൊങ്കാലയാണ് ഏറ്റവും നന്നായി വരുന്നത്. അങ്ങനെയൊക്കെ പല ചിന്താഗതിയുള്ളവർ കാണുമല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കാതെ ദേവിയുടെ ഒരു അനുഗ്രഹമാണ് ഏറ്റവും നല്ലതെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ച് പൊങ്കാലയിടാൻ നോക്കുക കേട്ടോ. പിന്നെ നിവേദ്യത്തിന് മുമ്പ് രുചി നോക്കുന്നതുണ്ട് ചിലവർ. പൊങ്കാല പായസവും മറ്റ് നിവേദ്യങ്ങളും പൂജാരി വന്ന് തീർത്ഥം തളിക്കുന്നതിന് മുൻപ് രുചി നോക്കാൻ പാടില്ല. അതെടുത്ത് മാറ്റി വയ്ക്കാനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കൊടുക്കാനോ ഒന്നും പാടില്ല. അടുപ്പ് ഊതാനും പാടില്ല. നമ്മൾ അടുപ്പ് അണയാതിരിക്കാനായിട്ട് നമ്മൾ വായ കൊണ്ടിട്ട് അടുപ്പിലേക്ക് ഇങ്ങനെ ഊതാറുണ്ടല്ലോ, അത് അശുദ്ധിയായി കരുതാറുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യാതെ നമ്മൾ അടുപ്പ് ഒരു വിശറി വെച്ചിട്ട് വീശി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ പ്ലാസ്റ്റിക് ഉപയോഗിക്കുക. പരിസരം മാലിന്യമാക്കുന്ന ദേവിയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. പ്ലാസ്റ്റിക് കവറുകളും അടുപ്പിലേക്ക് വലിച്ചെറിയാനോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പേപ്പറൊക്കെ വെച്ച് കത്തിക്കാനോ പേപ്പറുകൾ വെച്ച് അടുപ്പ് കത്തിക്കാനൊന്നും പാടില്ല. വെറുതെ ഇരിക്കരുത്. പൊങ്കാല സമയത്ത് അടുപ്പിന് മുന്നിൽ വർത്തമാനം പറഞ്ഞൊന്നും ഇരിക്കാതെ ദേവിയുടെ കാര്യങ്ങൾ പ്രാർത്ഥിച്ച് ദേവി സഹസ്രനാമങ്ങളും അമ്മേ നാരായണ എന്ന നാമമൊക്കെ ചൊല്ലി ആ സമയത്ത് ദേവിയെ മാത്രം ധ്യാനിച്ചിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ക്ഷേത്രത്തിൽ പോയി പൊങ്കാല ഇടാൻ സാധിക്കാത്തവരുണ്ടാവുമല്ലോ. തിരുവനന്തപുരത്ത് പോകാൻ കഴിയാത്തവരുണ്ടാവും, പല പുറം രാജ്യങ്ങളിൽ താമസിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പൊങ്കാലയ്ക്ക് നമ്മൾ വീട്ടിലൊരുക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ പോലെ വീട്ടിൽ പൊങ്കാല ഇടുമ്പോൾ മൺകലം മാത്രം ഉപയോഗിക്കാൻ നോക്കുക. പിന്നെ അതൊരു മൺകലം ശുദ്ധിയുടെ ഒരു പ്രതീകമാണ്. പിന്നെ 3 ചുടുകല്ലുകൾ, അതായത് ഇഷ്ടികൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ 6 കല്ലുകൾ ഉപയോഗിച്ച് നമുക്ക് അടുപ്പ് ഒരുക്കാം. സിമൻറ്റ് കട്ടകളോ ഇരുമ്പ് വളയ അടുപ്പുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. സ്ഥാനം എന്ന് പറയുമ്പോൾ വീടിന് മുന്നിൽ കിഴക്കോട്ട് ദർശനമായിട്ട് വേണം പൊങ്കാല ഇടാൻ. പിന്നെ സ്ഥലപരിധി ഉള്ളവർക്ക് വീടിൻ്റെ ഹാളിലായിട്ട് ഇടാം. ഒരിക്കലും അടുക്കളയിൽ ഇടുന്നത് ഒഴിവാക്കുക കേട്ടോ. പിന്നെ കേരളത്തിലെ ഒരു സമയക്രമം അനുസരിച്ച് വേണം മറുനാടുകളിലും ഉള്ളവരും പൊങ്കാല ഇടാനായിട്ട്. ഏകദേശം 9:45-നും 10-നും ഇടയിലാണ് അടുപ്പിൽ തീ പകരണം. ക്ഷേത്രത്തിലെ പണ്ടാര അടുപ്പിൽ തീ പകരുന്നതിനനുസരിച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തലേ ദിവസം തന്നെ വ്രതം ആരംഭിക്കണം. അത് നമ്മൾ വീട്ടിൽ പൊങ്കാല ഇടുന്നവരാണെങ്കിലും അമ്പലത്തിൽ പൊങ്കാല ഇടുന്നതിനും ഈ കാര്യങ്ങൾ എല്ലാം ഒരുപോലെയാണ് കേട്ടോ. പിന്നെ ചാണകവെള്ളമോ അല്ലെങ്കിൽ ഉപ്പും മഞ്ഞളും എല്ലാം കൂടി തളിച്ചിട്ട് നമുക്ക് അടുപ്പ് കൂട്ടാം. അടുപ്പിന് വലതുവശത്ത് ഗണപതി സങ്കല്പം, ഞാൻ ഗണപതി ഒരുക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഒരു വാഴയിലയിൽ നിലവിളക്ക് വെച്ചിട്ട് അതിൽ ഇടതുവശത്തായിട്ട് ഗുരുസങ്കല്പമായിട്ടാണ് വിളക്കിന് മുന്നിൽ പഴം, അവൽ, മല തുടങ്ങിയൊക്കെ നിവേദ്യങ്ങളൊക്കെ വെക്കാം. പിന്നെ ഒരു കിണ്ടിയിൽ ശുദ്ധജലം എടുത്തിട്ട് തുളസിയില ഇട്ട് പ്രാർത്ഥിച്ച് തീർത്ഥം തയ്യാറാക്കി വെക്കണം. അടുപ്പിലെ കല്ലുകളിൽ 3 വട്ടം ഈ ജലം തളിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ പാത്രം അടുപ്പത്ത് വെക്കാൻ പാടുള്ളൂ. വെള്ളം തിളച്ചു തുടങ്ങുമ്പോൾ 3 തവണയായിട്ട് നമുക്ക് അരിയിട്ട് കൊടുക്കാവുന്നതാണ്. പൊങ്കാല വെന്ത് കഴിഞ്ഞാലുടൻ തളിക്കരുത്. ക്ഷേത്രത്തിലെ നിവേദ്യം കഴിയുന്ന സമയത്ത് വേണം നമ്മളെ വീട്ടിലും പൊങ്കാലയിൽ തളിക്കാനായിട്ട്. പിന്നെ അടുപ്പിൽ നിന്ന് പാത്രം മുന്നിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന തീർത്ഥം 3 വട്ടം നിവേദ്യത്തിന് മുന്നിൽ തളിക്കാം. ഇപ്പോൾ വീട്ടിൽ പൊങ്കാല ഇടുമ്പോൾ വീട്ടിൽ മറ്റുള്ള ആർക്കെങ്കിലും പീരീഡ്സ് ഉണ്ടെങ്കിൽ പൊങ്കാല ഇടുന്നതിന് കുഴപ്പമില്ല. അവർ പൂജ സാധനങ്ങൾ വന്ന് തൊടാനോ അല്ലെങ്കിൽ പൊങ്കാല ഇടുന്ന ഭാഗത്ത് വന്ന് നിൽക്കാനൊന്നും പാടില്ല. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചിട്ടയോടുകൂടി നോക്കി നമ്മൾക്ക് എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പൊങ്കാല ഇടാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടുന്നതിനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലാണെങ്കിലും അമ്പലത്തിലാണെങ്കിലും നല്ല മനസ്സോടെ നല്ല ശുദ്ധിയോടുകൂടി വ്രതം എടുത്ത് പൊങ്കാല ഇടാൻ ശ്രമിക്കുക കേട്ടോ.